എൻ്റെ പേര് ഡോക്ടർ ഫായിസ് മുഹമ്മദ് എന്നാണ്. ഞാൻ തണലിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഫംഗ്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസിങ് കമ്മിറ്റിയിൽ നമ്മൾ ഉള്ളതാണ്. ഒരു ഡിസബിലിറ്റിയുടെ ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇതേ അസുഖം അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ കെയർ ടേക്കേഴ്സിനും ഇത് ക്ലിയറാണ്, എന്താണ് ബുദ്ധിമുട്ട്, എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ളതെന്ന്. അതേമാതിരി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന NGOs ആയാലും അസോസിയേഷൻസ് ആയാലും അവർക്കും ക്ലിയറാണ് എന്താണ് ഇത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. പക്ഷേ പൊതുജനം ഒരു പബ്ലിക്കിൻ്റെ നിലയിൽ എന്താണ് ഡിസബിലിറ്റി കണ്ടീഷൻസ്, ഡിസബിലിറ്റി അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഡിസബിലിറ്റി കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് തീരെ ധാരണയില്ല. അത് ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും വർക്കിംഗ് പീപ്പിൾ ആയിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് ആൾക്കാരാണെങ്കിലും പൊതുവേ ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ലാതെ സ്പെസിഫിക്കലി ഇത് എന്താണെന്നില്ല. 21 ഡിസബിലിറ്റീസ് ആണ് RPWD ആക്ട് പറയുന്നത്. 21 ഡിസബിലിറ്റീസിനെ കുറിച്ച് ധാരണയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ 21 ഡിസബിലിറ്റിയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉള്ളത്. അതിൽ തന്നെ സിമുലേഷൻ വഴി നമ്മളൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്ത് അതിനകത്തൊരു 5-10 മിനിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു റിയലൈസേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവിന് പുറമെയാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ, നമ്മൾ ഇരിക്കുന്ന എക്സ്പീരിയൻസ് സെൻറ്ററിൽ ബ്ലൈൻഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ള സിമുലേഷൻ സെൻറ്റർ. ഒരാൾക്ക് ഒരു 5 മിനിറ്റ്സ് ആക്ടിവിറ്റിയാണ്. ഇതിലൂടെ പോകുമ്പോൾ ഒരു ഡെയിലി ബ്ലൈൻഡായ ഒരാൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സാധാ ആൾക്ക് ഈ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാവാൻ പറ്റും. അതേമാതിരി ഹിയറിങ്ങിൻ്റെ ഒരു സിമുലേഷൻ സെൻറ്റർ ഉണ്ട്. അതിനകത്ത് ഒരു കേൾവി കുറവുള്ള അല്ലെങ്കിൽ കേൾവി ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എന്തൊരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്. കാരണം അവർക്ക് വെയിറ്റർ പറയുന്നത് കേൾക്കുന്നില്ല, പുറത്തിൽ പറയുന്ന ആരും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ എങ്ങനെ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ എന്താണോ ഹിയറിംഗ് ഡിസബിലിറ്റി ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് കുറച്ച് സമയത്തിനാണെങ്കിൽ കൂടി ഒരു സാധാ ജനത്തിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ലേണിംഗ് ഡിസബിലിറ്റി നമുക്കറിയാം, നമുക്കിവിടെ ABCD എഴുതുന്നത് വളരെ എളുപ്പത്തിലാണ് നമ്മൾ എഴുതി പോകുന്നത്. പക്ഷേ അതിൽ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള ഒരാൾ, ഡിസ്ലെക്സിയ പോലെ അസുഖമുള്ള ഒരാൾക്ക് ഈ ഒരു എന്ന് എഴുതാൻ വരെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഈ എക്സ്പീരിയൻസ് സെൻറ്റർ വന്നിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഡ്വാർഫിസത്തിന് നമുക്കൊരു ഓവറോൾ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ റൂമിൽ കയറുമ്പോൾ തന്നെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനൊക്കെ പുറമെ ചില കണ്ടീഷൻസ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത്, ഓട്ടിസം, വേറെ അതർ സ്റ്റിഗ്മയുള്ള അസുഖങ്ങൾ. അവിടെയൊക്കെ വിർച്വൽ റിയാലിറ്റി വഴി ഒരു എന്താണ് അവർ ഫേസ് ചെയ്യുന്നത് മനസ്സിലാവുന്ന രീതിയിലുള്ള വിർച്വൽ റിയാലിറ്റി സിസ്റ്റംസാണ് ഈ എക്സ്പീരിയൻസ് സെൻറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ലോക്കോമോട്ടറാണ് ഇപ്പോൾ കാണുന്നുള്ളത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ബസ്സാണ് ഇവിടെ ഉള്ളത്. ഈ ബസ്സിൻ്റെ കറക്റ്റ് പൊസിഷനില്ല, വീൽ ചെയറിൽ ഒരാൾക്ക് കയറുന്നുണ്ടെങ്കിൽ ഒരു പൊസിഷനുണ്ട്. ആ കറക്റ്റ് പൊസിഷനിൽ ബസ് നിർത്തുകയാണെങ്കിൽ ഇയാൾക്ക് കയറിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതേ ബസ് ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴി ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത് കയറാനും പറ്റില്ല, മുന്നോട്ട് പോകാനും പറ്റില്ല. അത്രയും സിമ്പിളാണെങ്കിൽ കൂടിയും വളരെ ചെറിയ ചെറിയ എലമെൻറ്റ്സിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊരു ആൾക്കാർക്ക് തിരിച്ചറിവ് വരുത്താൻ വേണ്ടിയിട്ടാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഈ എക്സ്പീരിയൻസ് സെൻറ്റർ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വരിക, ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് എന്നാണ്. ഇപ്പോഴാണ് ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കിത് എന്താണ് ഡിസബിലിറ്റി സെക്ടർ, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുള്ളത്. ഈ സെൻറ്റർ വന്ന ശേഷമാണ് കുറേ ആൾക്കാർ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണ് 29th, 30, 31st, 1st February 4 ദിവസം കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ്. ജനങ്ങളെല്ലാവരും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നേ വേണം. ഇതിന് പുറമെ ബാക്കി 6 ഡിസബിലിറ്റിക്ക് പുറമെയുള്ള 21 ഡിസബിലിറ്റീസ് നമ്മൾ വീഡിയോ വഴിയും വേറെ പ്രൊജക്ടേഴ്സ് വഴി, സ്റ്റോറീസ് വഴി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കാണണം, പങ്കെടുക്കണം.
എന്താണ് ഈ ചലന പരിമിതി? അതായത് നമ്മുടെ ശരീരം ചലിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. നടക്കാനും നിൽക്കാനുമൊക്കെയുള്ള കഴിവിനെ ഇത് ബാധിക്കാം. ചിലപ്പോൾ താൽക്കാലികമായിട്ട്, മറ്റു ചിലപ്പോൾ ജീവിതകാലം മുഴുവനും. ഒന്നാമതായി ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ചിലർക്ക് ജന്മനാ ഉണ്ടാകാം, മറ്റു ചിലർക്ക് അപകടങ്ങൾ കാരണമോ അല്ലെങ്കിൽ സ്ട്രോക്ക്, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ കാരണമോ വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതാരെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാം. രണ്ടാമതായി ഇവർ നേരിടുന്ന വെല്ലുവിളികൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കെട്ടിടത്തിൽ കയറാനുള്ള ബുദ്ധിമുട്ട്, പൊതുഗതാഗതം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ? പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ വഴികളുണ്ട്. ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകളിലൂടെയും വീൽചെയർ, വാക്കർ പോലുള്ള സഹായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുമൊക്കെ അവർക്ക് കൂടുതൽ സ്വതന്ത്രരാകാൻ സാധിക്കും. ഇനി അവസാനത്തെ പോയിന്റ്, ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വേണ്ടത് സഹതാപമല്ല, മറിച്ച് തുല്യ അവസരങ്ങളാണ്. റാമ്പുകളും ലിഫ്റ്റുകളും മാത്രം പോരാ, വിദ്യാഭ്യാസത്തിലും ജോലിസ്ഥലത്തുമൊക്കെ തുല്യമായ അവസരങ്ങൾ നൽകണം. എല്ലാവരെയും ബഹുമാനത്തോടെ കാണുക, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഓർക്കുക, ശരിയായ പിന്തുണയും നല്ലൊരു സാമൂഹിക മനോഭാവവുമുണ്ടെങ്കിൽ ചലന പരിമിതികൾ ഒരാളുടെ കഴിവിനും ഒരു തടസ്സമാകില്ല.